പിന്നെ ഭരണഘടന അനുസരിച്ച് 175, 176 ആർട്ടിക്കിൾ അനുസരിച്ച് ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർ അത് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല. സ്വന്തം കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അതിനോട് ഗവൺമെൻറ് പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഈ പ്രസംഗം ഇത് തെറ്റായ അവകാശവാദങ്ങളാണ് മുഴുവനുള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. പിന്നെ ഗവർണറുമായിട്ട് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണറുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലുണ്ടാവും. സർക്കാരിൻ്റെ അപ്പോഴത്തെ പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ ഗവർണറായിട്ടുള്ള സെറ്റിൽമെൻറ്റാണ്. ഈ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഈ ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ മുഴുവൻ സംഘർഷഭരിതമാക്കി. എല്ലായിടത്തും ആക്രമണങ്ങളും പ്രശ്നങ്ങളും എല്ലാമായിരുന്നു. ഒരു രാത്രി പുലർന്ന് നേരം വെളുത്തപ്പോൾ എല്ലാം കോംപ്ലിമെൻസ് ആക്കി. എല്ലാം ഇവർ ഒത്തുതീർപ്പിലാക്കി. നേരം പുലർന്നപ്പോൾ ഒരു തർക്കമില്ല ഗവർണറുമായിട്ട്. വീതം വെച്ചെടുക്കുകയാണ് വൈസ് ചാൻസലർമാരെ. ആ രീതിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ എന്തിനാണ് ഇവർ കേരളത്തെ കബളിപ്പിച്ചത്? അതിൻ്റെ ഒരു നാടകം ആണ് ഇന്നിവിടെ സഭയിൽ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അതിനോട് യോജിക്കുന്നു. ഭരണഘടനാപരമായി ഗവർണർക്ക് ഇല്ലാത്ത അധികാരമാണ് ഗവർണർ പ്രയോഗിച്ചത്. പക്ഷേ ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ചിരിച്ചു തുടങ്ങി കേരളത്തിൽ. അതാണ് സ്ഥിതി. അപ്പോൾ മാത്രമല്ല ഇനിയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടന്നതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. 10 കൊല്ലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇവർ ഇനി നടത്തുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അപ്പോൾ അതിലൊരു വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പ്രത്യേകം പറയും. ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ നിയമസഭയുടെ റൂമിൽ മാധ്യമങ്ങളെ കാണുകയാണ്. നയപ്രഖ്യാപനത്തിൽ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് തെറ്റായ അവകാശവാദമാണ് എന്നുള്ളതാണ് മീഡിയ റൂമിലെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം വ്യക്തമാക്കുന്നത്.